എല്ലാവർക്കും ആദ്യമേ തന്നെ ഈസ്റ്റർ മംഗളങ്ങ നേരാണ്. എല്ലാവർക്കും ഉത്തിതനായ ഈശോയുടെ സ്നേഹവും സന്തോഷവും പ്രത്യാശയും എല്ലാവർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റർ ദിനത്തിൽ ഉള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ പാതിര കുർബാനയ്ക്ക് പോയി വന്നു. രാവിലെ നേരം വൈകിട്ട് എഴുന്നേറ്റത്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗിനെ കിട്ടിയ മുട്ടേനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗലിയും ഒക്കെ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവരുടെ സ്നേഹപ്രകടനങ്ങളും ഇവർ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര മൾട്ടി ടാസ്ക്കാണ് കേട്ടോ. പിന്നെ വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മുന്തിരിയൊന്നും അതിൽ കാണാനില്ല. പിന്നെ പിള്ളേരുടെ കലാവിരുതും പരിപാടികളും അതിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട്. ഒരാളത് പിണങ്ങി ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു കുറുമ്പ് കാണിച്ചിട്ട് പിണങ്ങിയിട്ട് കസാരയുടെ അടിയിൽ ഇരിക്കുന്നതാട്ടാ. അവളെ വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ നമ്മൾ അല്ലാതും എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ അമ്മ അവിടെ പോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇല മുറിക്കുന്നുണ്ട്, ചോറ് ഊറ്റുന്നുണ്ട്. ചോറ് ഊറ്റാൻ ഞാൻ വന്നപ്പോൾ പിന്നെ ഇത് പറഞ്ഞു ഞാൻ ഊറ്റാം. അപ്പോൾ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിൽ നൗലി കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഞാൻ കുറച്ച് നേരം അപ്പം നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിലത്തെ എല്ലാവരും മൾട്ടി ടാസ്ക്കാണ്. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും വിളിക്കും, വേറെ ആൾക്കാർ വേറെ കാര്യങ്ങളിലേക്ക് എത്തും. ഈ ഞാനപ്പോൾ വിശന്നപ്പോൾ കുറുക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുളിച്ചൊക്കെ സെറ്റായി. അതിന് ശേഷം നൗലി മാം ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ഈസ്റ്റർ എന്നുള്ളത്. അതിനനുസരിച്ച് ഞങ്ങൾ വൈറ്റ് തീമാണ് പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട്. അങ്ങനെ അവർ വൈറ്റ് കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. പിന്നെ ആരോണും ആൻഡ്രിയും കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഉള്ള ഈസ്റ്ററാണ്. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഈ കാണുന്ന രസമൊന്നും ഇതിലില്ല. പക്ഷേ ഫോട്ടോസ് പിന്നെ അങ്ങനെ ചിരിക്കും ഇങ്ങനെ ചിരിക്കും അങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടില്ലേ, കേക്ക് മുറിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലഞ്ചിനിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ലഞ്ചിന് കഴിക്കാനിരിക്കുന്നത്. ഇലയിലാട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. കാരണം ഈ കണ്ട ആൾക്കാർക്കൊക്കെ പ്ലേറ്റ് കഴുകി വയ്ക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല. അപ്പോൾ ഞങ്ങൾ ഇലയിലാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാട്ടോ ഇരിക്കുന്നത്. പിള്ളേർ വരെ സെപ്പറേറ്റ് കസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ നല്ല സന്തോഷത്തോടു കൂടി അവർ ഇലയൊക്കെ വെടുപ്പാക്കിയിട്ട് ഫുള്ളാക്കിയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പലതരം വിഭവങ്ങളുണ്ടായിരുന്നു. പോർക്ക്, ചിക്കൻ ഞങ്ങൾ വൈകിട്ടുള്ള പരിപാടിക്ക് ആക്കിയേക്കണത്. ചില്ലി ചിക്കിങ്ങൊക്കെ ആക്കില്ലേ, അതുപോലെ നൗലി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മയോണൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ്ങിലായിരുന്നു ഞങ്ങൾ ചിക്കൻ, ഉച്ചയ്ക്ക് പോർക്കും ബീഫും കൂർക്കയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നൗലിയെ തകൃതിയായിട്ട് അടുക്കളയിൽ പണി നടക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ അടക്കി പടക്കി കുറച്ച് നേരം കൊണ്ടൊക്കെ എടുത്ത് ഉറങ്ങി എഴുന്നേറ്റ് അത് അവർ പുറത്ത് കളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കയറ്റി. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കഴിച്ചു. ചിക്കൻ തന്നെയല്ല, അതിനെന്താ പറയുക, ബ്രോസ്റ്റഡ് ചിക്കനോ, അതും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. ആ സമയത്ത് ഭയങ്കര വിശപ്പായിരുന്നു. സാധനം മതിയാവണില്ല. ഈ ചിക്കൻ വറക്കണ സമയത്ത് തന്നെ നല്ല മണമുണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വന്ന് നോക്കലായിരുന്നു. പിന്നെ അതുപോലെ നന്നായി കഴിക്കുകയും ചെയ്തു കേട്ടോ അവർ. അതിന് ശേഷം പിന്നെ വൈകുന്നേരം ഞങ്ങൾ റീനീച്ചിൻ്റെയും യാക്കോവേൻ്റെ വീട്ടിലാണ് പോയത് കേട്ടോ. അവർക്ക് ഒത്തിരി സന്തോഷമായി. അവിടെ വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റീനീച്ചിക്ക് എന്താ തരണ്ടേന്ന് അറിയണില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പനും വന്നു. അപ്പൻ്റെ പാർട്ടിയുടെ വക പ്രചരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒരു ബലൂണിന് വേണ്ടി ഇവിടെ അടിയായിരുന്നു. അവസാനം ബലൂൺ എന്താ ചെയ്തതെന്ന് അറിയില്ല. അതിനുശേഷം അപ്പൻ വന്നു, കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഈസ്റ്റർ ദിനത്തിലുള്ള ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.